നമസ്കാരം. ജനസമ്മതിയുള്ളതും ബി.ജെ.പിയിൽ കഴിവുള്ള നേതാവുമാണ് ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിൽ മത്സരിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000 മേലെ വോട്ട് നേടിയിരുന്നു. അതുമാത്രമല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ കനത്ത വോട്ട് നേടി ശോഭ ഇടതു വലതു പാർട്ടികളെ ഞെട്ടിച്ചിരുന്നു. അപ്പോൾ തന്നെ ശോഭയെ വെട്ടിനിരത്താൻ ഒതുക്കാനും തീരുമാനമായി. CPM-ഉം കോൺഗ്രസുമല്ല, സ്വന്തം പാർട്ടി നേതൃത്വം തന്നെ. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കേരളം കയ്യിലെടുക്കുമെന്ന് സ്വന്തം പാർട്ടിക്കാർക്ക് അറിയാമായിരുന്നു. അതിന്റെ ഫലം പാലക്കാട് കണ്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്ന പേര് ശോഭയുടേതായിരുന്നു. എന്നാൽ മത്സരം അടുത്തു വന്ന സമയത്താണ് ശോഭയെ വെട്ടി C. കൃഷ്ണകുമാർ എത്തിയത്. തുടർന്ന് മത്സരരംഗത്തു നിന്നും ശോഭ വിട്ടുനിന്നു. പിന്നീടാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാർട്ടിയുടെ കൺവെൻഷനിലും പങ്കെടുത്തിരുന്നു. തനിക്ക് ആരോടും പിണക്കമില്ലെന്നും അത്തരത്തിൽ പിണക്കം ഉണ്ടെന്ന വാർത്ത വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ശോഭ വ്യക്തമാക്കി. പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശക്തി പകരാൻ ശോഭ രംഗത്തുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനുമായുള്ള പോസ്റ്ററുകൾ ഉയർന്നിരുന്നു. ഈ സമയത്താണ് പാർട്ടിയിൽ വോട്ട് ചോർച്ച ഉണ്ടെന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ശോഭ അമിത്ഷായ്ക്ക് പ്രിയപ്പെട്ട നേതാവാണ്. ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിൽ BJP അധ്യക്ഷനായി K. സുരേന്ദ്രൻ ടേം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഒരു സുരേന്ദ്രൻ പരീക്ഷണം വേണ്ട, അടുത്ത ആൾ വരട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കൂടാതെ K. സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് ആവശ്യം ഉയർന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രനും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. എന്തായാലും സുരേന്ദ്രൻ ഒഴിയുന്ന സ്ഥാനത്തേക്ക് ശോഭയെ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. BJP-യിലെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകൾ അടുത്തിടെ ശക്തമായി പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശോഭാ സുരേന്ദ്രന്റെ സന്ദർശനം സംസ്ഥാന BJP-യിൽ നടക്കുന്ന ഉൾപോരിന് ആക്കം കൂട്ടുമോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയരുന്ന ചോദ്യം. അതേസമയം അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ശോഭ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിനു ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഡൽഹിയിൽ സന്ദർശിച്ചുവെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത്ഷാജിയോടുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ BJP-യെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയം പകർന്നു നൽകുന്നതായിരുന്നു എന്നുമാണ് ശോഭ വ്യക്തമാക്കിയത്.